നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻഷ്യൽ സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ നമ്പേഴ്സ് കുറേ ക്ലാസ്സുകൾ പഠിച്ചു അല്ലേ? അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ആണ് ഇന്നും പഠിക്കുന്നത്. ഇത് എക്സാമിന് കൂടുതൽ ചോദിക്കുന്നതാണ്. നോക്കാം. ഇതുണ്ടോ? 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1/2 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് നോക്കിക്കേ, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. ഇവിടെ ആൻസർ ഉണ്ടോ? തുക തന്നിരിക്കുവാണ്. അപ്പോൾ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ്, ആ എണ്ണൽ സംഖ്യ എത്ര എണ്ണമാണെന്ന് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. n × n+1/2 എന്നുള്ളത് ഉത്തരം തന്നിട്ടുണ്ട്. എത്രയാണ്? 105 എന്ന്. നമുക്ക് എന്നാ കണ്ടുപിടിക്കില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നോക്കാം. n × n+1/2 എന്നുള്ളത് അപ്പുറേ ഈ സമത്തിൽ അപ്പുറേ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഹരിച്ചേക്കില്ല. അപ്പുറം 105 × 2 അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പോൾ എത്ര എഴുതും? n × n+1 = 105നെ 2 കൊണ്ട് വിളിക്കുമ്പോൾ എത്രയാണ്? 210 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ n × n+1 210 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്നിന് ഏത് വില കൊടുത്താൽ 210 കിട്ടുമെന്ന് നോക്കി നമുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരു വേറെ രീതിയുണ്ട്. ഹിറ്റ് ആൻഡ് ട്രയൽ രീതി എന്ന് പറയും. അത് ഹിറ്റ് ആൻഡ് TRIAL ട്രയൽ രീതി. അതായത് നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ ചിലപ്പം ഇതിൻ്റെ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്നുള്ളത് എക്സാമിനെല്ലാം ബ്രാക്കറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ഇപ്പം 13, 14, 15, 16 അങ്ങനെ, അല്ലെങ്കിൽ ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105, അല്ലെ 14 ആണ്, അല്ലെ 15 ആണ്, 16 ഏതാണെന്ന് കണ്ടുപിടിക്കാനിരിക്കുന്ന ഓപ്ഷൻ എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഈ ഓപ്ഷൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് കണക്ക് ചെയ്യുന്നതാണ് ഹിറ്റ് ആൻഡ് ട്രയൽ രീതി എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ 13 ഓപ്ഷൻ എടുത്ത് ഇവിടെ ഇട്ട് ചെയ്ത് നോക്കണം എന്നിന്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം. 13 എടുത്ത് നോക്കിയാൽ n 13 ആണെങ്കിൽ 13 × 13+1 എത്ര കിട്ടും? നമുക്ക് 105 ആണ് തുക കിട്ടേണ്ടത്. അത് ഞാൻ പറയാം. n × n+1 210 ആണ്. അപ്പോൾ ഇത് 13 1 എത്രയാണ്? 14. അപ്പോൾ 13 ഗുണം 13 1 14 എത്ര കിട്ടും? 13 14 4 3 12 4 4 5 1 3 3 1 2 8 182. അത് 210 കിട്ടണ്ടേ? 210 കിട്ടുന്നില്ല. അപ്പോൾ ഈ 13 ഉത്തരം അല്ല. അടുത്തോ നമുക്ക് 14 ഇട്ട് ചെയ്യണം. എൻ്റെ സ്ഥാനത്ത് 14 കൊടുത്തു നോക്കാം. 14 × 14+1 n × n+1 അല്ലേ? 14 1 എത്രയാണ്? 15. 15 × 14 15 × 14 4 5 20 4 4 2 6 1 5 1 0 65 11 210 ഉണ്ടോ? 210 കിട്ടി. അപ്പോൾ ഈ 14 കൊടുത്തപ്പോൾ നമുക്ക് 210 കിട്ടി. അപ്പോൾ ഏതായിരിക്കും? എന്നിൻ്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 14 കൊടുക്കണം. n നമുക്ക് എന്നല്ല കണ്ടുപിടിക്കേണ്ടത്, എത്ര എണ്ണൽ സംഖ്യകളുടെ അല്ല 105 എന്നാൽ 105 കിട്ടണം. അപ്പം n × n+1 എന്ന് പറയുന്നത് 210 ആണ്. അപ്പം n × n+1/2 എത്രയായിരിക്കും? n × n+1/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 210/2 105 കിട്ടിയല്ലോ. കിട്ടി അല്ലേ? അപ്പം 14 ആയിരിക്കും. 14 കൊടുത്തപ്പോൾ നമുക്ക് 210 കിട്ടി. അത് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇങ്ങനെ ഹിറ്റ് ആൻഡ് ട്രയൽ രീതിയിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഒരു സംഖ്യ എടുത്ത് നമ്മൾ എന്നിന് കൊടുത്ത് ഇങ്ങനെ വന്നാൽ കണക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. ഇതിൻ്റെ ആൻസറാണ് തന്നിരിക്കുന്നത്, എന്ന് തന്നിട്ടില്ല. അപ്പോൾ കണ്ടുപിടിക്കുന്ന രീതി ഹിറ്റ് ആൻഡ് ട്രയൽ രീതി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.